ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ വലിയ ഇൻട്രോ ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ നാട് വിടുകയാണ് ഗൈസ്. വളരെ സന്തോഷത്തോടെയും അതിലേറെ സങ്കടത്തോടെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ നാട്ടിൽ കാണില്ല. ഒരു വിഷമിക്കേണ്ട, ഞങ്ങളുടെ ശല്യം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഞങ്ങൾ വേറെ എവിടെ പോയാലും ശല്യം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൗദിയിലേക്ക് പോവുകയാണേ. അപ്പോൾ വിഷമം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാപ്പ നാട്ടിൽ വന്നപ്പോൾ വാപ്പായിട്ട് കുറേ കറങ്ങാൻ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെല്ലാം ഫ്ലോപ്പായി പോയി. ഇക്ക ഞങ്ങളെ സൗദിയിലേക്ക് വിളിച്ചു. അപ്പം ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ 2 ഫ്ലൈറ്റ് കയറിയൊക്കെ വേണം പോകാൻ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മളെപ്പോഴും എയർപോർട്ടിൽ വന്ന് പോവല്ലോ. അപ്പോൾ ഞാനൊരു 5-6 വർഷം മുമ്പൊന്ന് ഉംറ ചെയ്യാനൊക്കെ ആയിട്ട് വാപ്പാടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒരുപാട് മാറിയല്ലോ അവിടുത്തെ രീതികളൊക്കെ. അപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു. അതേപോലെ അമൃസ് ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. ഉറങ്ങി തൂങ്ങിയാണ് അമൃസ് അന്ന് നടന്നൊക്കെ പോയത്. ഇടയ്ക്ക് വെച്ച് അമൃസിനെ ഞാൻ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പം എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കയറിപ്പോയി കേട്ടോ. ഭയങ്കര സങ്കടമായിരുന്നേ സത്യം പറഞ്ഞാൽ. പിന്നെ ഒരുവിധം ലഗേജൊക്കെ കൊണ്ട് പിന്നെ അവിടെയുള്ള ക്യാബിൻ ക്രൂ ആളുകളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കേട്ടോ. അവിടെയുള്ള കസ്റ്റമർ സപ്പോർട്ടൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സെൽഫിയൊക്കെ എടുത്ത് അപ്പോഴത്തേക്കിനും അമൃസിൻ്റെ ഉറക്കമൊക്കെ ഒന്ന് മാറി കേട്ടോ. അപ്പം ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. കുറേ വീഡിയോസൊക്കെ മിസ്സായി ഗൈസ്. അതാണ് ഏറ്റവും വലിയ സങ്കടം. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് വീട്ടുകാരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ എന്തോ ഒരു വിഷമമായിരുന്നു കേട്ടോ മനസ്സിൽ. പക്ഷേ അതിലേറെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോകുന്ന ഫാമിലിയുടെ പിന്നാലെയാണ് ഞങ്ങൾ അവരറിയാതെ ഫോളോ ചെയ്ത് പോയത്. അല്ലെങ്കിൽ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ബോഡി പാസ്സൊക്കെ കിട്ടാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അവർ പോകുന്ന രീതിയിൽ ഞങ്ങൾ അവരെ പിടിച്ചങ്ങ് പോയടേ. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ ഇതിന് മുമ്പേ കുറേ വീഡിയോസൊക്കെ എടുത്തായിരുന്നു ഗൈസ്. അപ്പോൾ അതൊക്കെ മിസ്സായിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയ വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് തിരിഞ്ഞ് പിന്നെ കുറച്ച് സമയം ലാഗ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് പിന്നെയും ഡിലേ ആയിരുന്നു. അപ്പോൾ വെളുപ്പിന് ടൈമിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഒരു 4:30 ഫ്ലൈറ്റ്. അപ്പം അതൊന്നുകൂടി ലേറ്റായി, 5 മണിയൊക്കെ ആയി. അപ്പോൾ ദുബായിൽ കുറച്ച് സമയം സ്റ്റേ ചെയ്യേണ്ടി വരും കേട്ടോ. കുറച്ച് സമയം അവിടെ ഡിലേ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിങ്ങിലാണ്. ഞങ്ങളവിടെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തരെയൊക്കെ നോക്കി ഇങ്ങനെ എല്ലാവരോടും ചോദിച്ചു കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് എപ്പോഴാണ് എങ്ങനെ ഒന്നും അറിയാലോ. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അപ്പം ഞാൻ ഈ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പേ നമ്മൾ ഫ്ലൈറ്റിലേക്ക് എൻട്രൻസിൻ്റെ ഒക്കെ ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കയ്യിൽ നിന്ന് പോയി ഗൈസ്. അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇൻഷാ അല്ലാഹ് തിരിച്ചു പോകുമ്പോഴെങ്കിലും അതൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൽ കയറി. എയർ ഹോസ്റ്റസ് ഒക്കെ നമ്മുടെ നല്ല സർവീസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഈ ഫ്ലൈറ്റിൻ്റെ ആ ഒരു സൈഡ് ഭാഗമാണ് കിട്ടിയത്. അപ്പം അതിൻ്റെ ലീഫിൻ്റെ എന്തോ ഭാഗമായതുകൊണ്ട് ഒന്നും പുറത്തൊന്നും കാണാനോ സ്കൈ വ്യൂ ഒന്നും കിട്ടിയില്ല. സ്കൈ വ്യൂ ഒക്കെ എടുക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അമൃസ് എൻ്റെ മടി കയറിയിരുന്നു. അപ്പോൾ എയർ ഹോസ്റ്റസ് വന്നിട്ട് അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമൃസിന് ഞാൻ പിന്നെ പേടിപ്പിച്ച് വഴക്ക് പറഞ്ഞ് വേറൊരു സീറ്റിലേക്ക് ഇരുത്തിപ്പിച്ചു കേട്ടോ. അമൃസിൻ്റെ സീറ്റ് ഇരുത്തിപ്പിച്ചു. അപ്പോൾ എയർ അറേബ്യ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആളുകളും എല്ലാവരും ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുപോലെ ഇഷ്ടമില്ലാത്തൊരു യാത്രയില്ല കേട്ടോ. ഫ്ലൈറ്റ് യാത്ര ഭയങ്കര ബോറാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് എടുത്ത് അമൃസിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ നമുക്ക് ചീസി പിന്നെന്താ എന്തോ ഒരു സിംഗർ ചിക്കൻ ബർഗറോ അങ്ങനെ എന്തോ ഒരു സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ. എന്താണ് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കനിൽ കുറച്ച് ചീസും പിന്നെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് വെച്ചിട്ട് ബ്രെഡിൽ ഇങ്ങനെ റോൾ ചെയ്ത് അങ്ങനെ എന്തോ സംഭവം. ചൂടുണ്ടായിരുന്നു. പക്ഷെ നട്ടവെളുപ്പാങ്കാലത്ത് എന്തൊരു തിന്നാനാണേ. വിശപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ വെള്ളവും അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നില്ല. അമൃസിന് പിന്നെ ഞാൻ എടുത്ത് കയ്യിൽ വെച്ചിരുന്നേ. പിന്നെ ടിഷ്യൂവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അമൃസ് പിന്നെ അപ്പോഴത്തേക്കും ഭയങ്കര ഉറക്കമായി. അമൃസിനെ എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് അത് ലാൻഡ് ചെയ്യുന്ന ടൈമിൽ അമൃസ് ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാട് കിട്ടും കേട്ടോ. അപ്പോൾ അമൃസ് അവിടെ നിന്നേ ഉറങ്ങിക്കൊണ്ടാണ് ഞാൻ ലഗേജും തള്ളി അമൃസിനെ കൊണ്ടൊക്കെ ഇതിനകത്ത് കയറിയത്. അപ്പം റോസസ് സർവൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. നല്ല രസമല്ല. നമുക്കതല്ലേ, നമുക്ക് അവരെ നോക്കിയിരിക്കല്ലേ നമുക്കതിനകത്ത് പറ്റത്തുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവരെല്ലാം ജ്യൂസും എല്ലാം കൊണ്ടിരുന്നുണ്ട്. അത് പേയബിളായിട്ട്. പിന്നെ നമ്മളൊക്കെ അതിനൊന്നും നിന്നില്ല. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് കുറേ നേരം ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് പിന്നെ ദുബായിൽ നിന്ന് എയർബസ്സിൽ കയറി. എയർബസ്സിൽ യാത്രയായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമൃസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പ്ലേറ്റില്ലേ? എത്ര പ്ലേറ്റാ പോണേ? പ്ലേറ്റ്
ഒന്നും വെച്ചാണ് നീ ഉറങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊക്കെ കാണാൻ പറ്റുമായിരുന്നോ? ക്യാമറ എന്റെ പേര് കൂടുവാങ്ങോ എന്റെ പേര് കൂടെ പേശി കൊണ്ടു തീരെ പേര് പോണേ വിമാനേ തന്നെ ഇതൊക്കെ തുലോൻ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ലിഫ്റ്റും എസ്കലേറ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ കയറുന്നതിൻ്റെ കൂടെ ഞങ്ങൾ ചാടിക്കയറി. ഞങ്ങൾക്ക് ഒരു പിടുത്തവും ഇല്ല കേട്ടോ, എങ്ങോട്ട് പോകണം എന്താണോ ഒന്നും അറിയില്ല. അപ്പോൾ ഇനി ദുബായ് എയർപോർട്ടിൽ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങളിങ്ങനെ ദുബായ് എയർപോർട്ടിലെ കാഴ്ചയൊക്കെ കണ്ട് നടന്നു പോകണം. അപ്പോൾ ഇക്കും അങ്ങോട്ട് പറഞ്ഞായിരുന്നു ദുബായ് എയർപോർട്ട് ഇങ്ങോട്ട് കിളി വാറും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര തിക്കും തിരക്കും അങ്ങനെയൊക്കെ ആയിരുന്നൊക്കെ. അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര കൂളിംഗ് ആയിരുന്നു കേട്ടോ. ദുബായ് എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഷാർജ എയർപോർട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നടന്ന് കുറേ രീതിയിലുള്ള ആൾക്കാരെ കണ്ടു, ഒരുപാട് പേരെ, നീഗ്രോസ്, പിന്നെ അങ്ങനെ കുറേ ഈജിപ്ഷ്യൻസ്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടു കേട്ടോ. അതൊക്കെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആരൊക്കെയോ എന്തൊക്കെയൊക്കെ നമ്മുടെ അടുത്ത് എന്തൊക്കെ പറയുന്ന ഫ്ലൈറ്റിൻ്റെ കാര്യമൊക്കെ ആയിരിക്കും, ടൈമും കാര്യമൊക്കെ ചോദിക്കുന്നത് മലയാളികളുണ്ടായിരുന്നു. പക്ഷെ മലയാളികൾ ആരും അങ്ങനെ മിണ്ടാനൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പിന്നെ വലിയ പോസ്റ്ററിലായിരുന്നു. കാരണം ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഓൾറെഡി കുറച്ച് ഡിലേ ആയതുകൊണ്ട് ഫ്ലൈറ്റ് വരാൻ ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് കാഴ്ച കണ്ടു. അപ്പോൾ എൻ്റെ കയ്യിൽ ലഗേജൊക്കെ ഉണ്ട്. അപ്പോൾ ഹാൻഡ് ബാഗും അമൃതും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ ഷേക്ക് ചെയ്ത് ഒരു ഇതില്ലാത്ത രീതിയിൽ വീഡിയോ എടുക്കേണ്ടി വന്നത്. അതിന് ക്ഷമ ചോദിക്കുന്നു. വലിയിട്ട് ഒന്ന് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ദുബായ് എയർപോർട്ടിലെ കാഴ്ചകൾ. പിന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ഭംഗി നമുക്ക് കാണാൻ, നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച. നമ്മളൊരു മോളിലൊക്കെ പോകുന്ന ഒരു ഫീലായിരുന്നു. എന്നെപ്പോലെ അമ്മയും കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ പോയിരുന്നിട്ടാണ് ഞാൻ അമ്രൂസിന് ഒരു സാൻഡ്വിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ അമ്രൂസിന് കൊടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ ടൈം കളഞ്ഞത് ഷാർജ എയർപോർട്ടിലെ വാഷ്റൂമിൽ കയറിയിട്ടാണ് കേട്ടോ. അടിപൊളിയാണ് ഷാർജ എയർപോർട്ടിലെ വാഷ്റൂം, ഒന്നും പറയാനേ ഇല്ല. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അതിന് മുമ്പ് നിന്ന് സെൽഫി അങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് കളിച്ചു. എവിടെ പോയാലും നമ്മുടെ പട്ടിഷ ഉള്ളതാണല്ലോ. അപ്പം ഞങ്ങൾ വേറെ പാട്ടൊക്കെ പാടി കുറേ നേരം അവിടെയൊക്കെ നിന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ടൈമൊക്കെ കുറേ ഞങ്ങൾ കളഞ്ഞത്. അപ്പോൾ വളരെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് അടുത്ത എയർ ബസ്സിൽ അടുത്ത ഫ്ലൈറ്റിൽ കയറി. ഇത് എയർ അറേബ്യയുടെ തന്നെ ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷേ അവിടുത്തെ അതിൽ എയർ ഹോസ്റ്റസ് എന്തോ ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര ചിരിയൊന്നും വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അവരെ എടുക്കരുതെന്നും പറഞ്ഞു. എന്തോ പക്ഷേ അമ്രൂസിൻ്റെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെയും ശോകമായിരുന്നു കൈസ്. അവിടെയും സെയിം സാൻഡ്വിച്ച് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു ഉച്ചയായി കേട്ടോ. അപ്പോഴത്തേക്കും ഒരു ഉച്ചയായി. അപ്പം അതൊരു ചിക്കൻ ടിക്കയുടെ സാൻഡ്വിച്ച് ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കിട്ടിയ ബാക്കി 2 സാൻഡ്വിച്ചും ഞാൻ ഇക്കാക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അമ്രൂസിന് വേറെ സീറ്റിൽ തന്നെ അമ്രു ഇരുന്നു. പക്ഷേ ഇറങ്ങാൻ നേരം ലാൻഡ് ചെയ്തപ്പോൾ അമ്രൂസ് വീണ്ടും ഉറക്കമായിരുന്നു. ഉറങ്ങി അമ്രൂസിനെ പിടിച്ച് തള്ളി വീണ്ടും ഞങ്ങൾ എയർ ബസ്സിലാണ് കയറിയത്. തിരിച്ചും നമ്മൾ എത്തണമല്ലോ. അപ്പം കുറേ എക്സ്പെക്റ്റേഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കായെ കാണും ഫസ്റ്റ് മീറ്റ് അല്ലേ കുറേ നാളിന് ശേഷം. അപ്പോൾ ഞാൻ കുറേയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം ഫ്ലോപ്പായി. ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം ഞങ്ങൾ എത്തിയത് അബഹ എയർപോർട്ടിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഇക്കാക്ക് ഒരു പിടുത്തമില്ല. എയർപോർട്ട് എവിടെയാണ്, എൻട്രൻസ് എവിടെയാണ്, ആൾക്കാർ എവിടെയാണ് അറൈവൽ ചെയ്യുന്നത് ഒന്നും അറിയില്ല. പിന്നെ അവിടെ ഒരു ബംഗാളി ചേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ആളുടെ പണി അതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്ത് പിന്നെ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ നെറ്റൊക്കെ ഇറന്ന് വാങ്ങിച്ച് ഹോട്ട്സ്പോട്ടൊക്കെ എടുത്താണ് ഇക്കായി കണക്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഒരുവിധം കണ്ടെത്തിയപ്പോഴത്തേക്കിനും ഞാനും അമ്രൂസുമൊക്കെ ഭയങ്കര ടയേർഡായി കേട്ടോ. പിന്നെ ചാടിക്കയറി ഞങ്ങൾ വണ്ടിയിൽ കയറി പിന്നെ അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് അബഹയിലെ യാത്രകളാണ് കേട്ടോ. അബഹയിലെ അതിമനോഹരമായ കാഴ്ചകളാണ്. കുന്നും മലകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അബഹ എന്ന് പറയുന്നത്. അമ്രൂസ് വണ്ടി കയറി പിന്നെ നിപ്പാണല്ലോ അമ്രൂസിൻ്റെ സ്ഥിരം പണി. അപ്പോൾ അമ്രൂസ് വണ്ടി കയറി നിന്ന് അമ്രൂസ് ഭയങ്കര ഹാപ്പിയായി. ഇക്കായ മുമ്പേ കാണുന്നതിൻ്റെ അങ്ങനെയൊന്നും ഇല്ല. കാരണം സ്ഥിരം വീഡിയോ കോളൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ഭയങ്കര അളിയനും ആയിരുന്നു.
അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് കയറി. അപ്പം നല്ലൊരു നല്ല ഇവിടുത്തെ എന്തോ ഒതൻറ്റിക് സ്റ്റൈലിൽ കിട്ടുന്ന മറ്റേ മധൂത്ത്, അങ്ങനെ പിന്നെ എന്താ അൽഫാമത്തിൻ്റെ അങ്ങനെ എന്തോ അറബിക് റൈസ്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുടെ. എനിക്ക് ശരിക്കും സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ ഫുള്ളായിരുന്നു. പിന്നെ വിശപ്പൊന്നും ഇല്ലായിരുന്നു, ഞാൻ ഇങ്ങനെ ഇളക്കി മാന്തിയൊക്കെ ഇരുന്നു. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു മാഗിയുടെ ഒക്കെ ഒരു ടേസ്റ്റ്, നല്ല റൈസിലൊക്കെ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും, പിന്നെ ചിക്കനൊക്കെ ഭയങ്കര സ്വീറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് അമൃതയ്ക്കായിട്ട് ഭയങ്കര കമ്പനിയായി. പിന്നെ ഒരു തുരങ്കത്തിൽ കൂടെയൊക്കെ യാത്രയായി. വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ കണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉറങ്ങുന്നുണ്ടായിരുന്നു, അത്ര ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പോകുന്നതിൻ്റെ ആ ടൈമായപ്പോൾ നമുക്ക് ഉറക്കമില്ലായിരുന്നല്ലോ, അതുകൊണ്ട്. പിന്നെ ഞങ്ങൾ റൂമിലെത്തി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ റൂമിനോട് ചേർന്ന് തന്നെയാണ് ടൗണ്. അങ്ങനെ ഒക്കെ ഞങ്ങളെയും കൊണ്ട് കറങ്ങാനൊക്കെ ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ടൗൺ തന്നെയാണ്. അപ്പം നൈറ്റ് ലൈഫാണ് ഇവിടെ ഏറ്റവും കൂടുതൽ രസം എന്നാണ് പറയുന്നത്. പിന്നെ അധികം ചൂടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വളരെ നമ്മുടെ നാട് പോലെ തന്നെ സ്മൂത്തായ ഏരിയയാണ്. അപ്പോൾ ഇക്ക ഇങ്ങനെ നടന്ന് പോവാണ്. പിന്നെ ഇക്ക അവിടെ ഓരോ ഷോപ്പിലൊക്കെ കയറിയിട്ട് ഇക്കൊക്കെ പരിചയമുള്ളവരെ, അവിടെയുള്ള സൗദികളൊക്കെ ഞങ്ങളിങ്ങനെ പരിചയപ്പെടുത്തി. ഞങ്ങളുടെ കുറേ കാഴ്ചകളുണ്ട്, കുറേ അറബികളെയും പിന്നെ കുറേ പേരൊക്കെ കണ്ടു. അപ്പോൾ ഒരുപാട് കടകളും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ചുമ്മാ നടന്നു, കുറേ ഐറ്റംസ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് റൂമിൽ കൊണ്ടുവെക്കും, പിന്നെ ഇറങ്ങും. അതായിരുന്നു സ്ഥിരം പരിപാടി. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് അറബികൾ അവർ യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളും നെസസറീസ്, അവരുടെ അത്യാവശ്യ സാധനങ്ങളും ഒക്കെ. അപ്പോൾ അമ്രൂര് എന്തോ വാങ്ങിച്ചു കൊടുക്കണം എന്നറിയാതെ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ റോഡ് ക്രോസ് ചെയ്തപ്പോഴൊക്കെ ഞാൻ വീഡിയോ പിടിച്ചപ്പോൾ ഇക്കെന്നെ വഴക്കുറഞ്ഞു ഗൈസ്. ഇങ്ങനെ നമ്മുടെ നാട്ടിലല്ലല്ലോ ഇടിച്ച് സ്റ്റിക്കറാവുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ, നോക്കിയും കണ്ടും ക്രോസ് ചെയ്തില്ലെങ്കിൽ. പിന്നെ ഞങ്ങൾ ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി. അപ്പോൾ കുറേ പാത്രങ്ങൾ അവർ അറബികളൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ വ്യത്യസ്തമായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം എനിക്ക് വാരിപ്പറക്കി വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ക്രോസ് ചെയ്ത് പിന്നെ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. പിന്നെ റൂമിലെത്തി ബ്രോസ്റ്റഡോ അമൃത എന്താ ഇവിടുത്തെ സ്പെഷ്യൽ അൽബേക്ക് അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചൊക്കെ കൊടുത്തു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമൃത സ്ഥിരം ഇത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഞങ്ങൾ ഭയങ്കര ക്ഷീണിച്ചിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊന്നും കഴിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. എനിക്ക് കാരണം കുറേ ഐറ്റംസ് കഴിക്കാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ അതെല്ലാം കൂടി കണ്ട് എനിക്ക് എന്തൊക്കെയോ പോലെ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ. അപ്പോൾ ഞങ്ങളുടെ സൗദി ലൈഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല അടിപൊളി സൗദി ലൈഫായിട്ടുള്ള ഒരുപാട് ജേർണീസ് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, അസ്സലാമു അലൈക്കും.